പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. ഞാൻ നിനക്ക് മുമ്പേ പോകും. മത്തായി 11:10. മത്തായി 11:10. ഇതാ നിനക്ക് മുമ്പേ എന്റെ ദൂതനെ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ മുമ്പേ പോയി നിനക്ക് വഴിയൊരുക്കും. എപ്പോഴും ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഉടമ്പടിക്കാർക്ക് കിട്ടിയിരിക്കുന്ന വാഗ്ദാനമാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം എബ്രാഹത്തിനോട് പറഞ്ഞാലും വചനങ്ങളെന്ന് പറയുന്നത് ആരോട്? ഉടമ്പടി എടുത്തവർക്ക് വെളിപ്പെടുത്തിയ ജനകോടികൾക്ക് വേണ്ടിയുള്ള ഉത്തരങ്ങളാണ് ബൈബിൾ വചനങ്ങളെല്ലാം. മനസ്സിലായില്ലേ? ഉടമ്പടി എടുത്തവർക്ക്, ദൈവത്തോട് ഉടമ്പടി എടുത്തവർക്ക് ദൈവം വെളിപ്പെടുത്തിയ ഉത്തരങ്ങളാണ് ബൈബിൾ വചനം മുഴുവനും. ഇപ്പോൾ എബ്രഹാം ഉടമ്പടി എടുത്തതാണ് ഇല്ലേ? പിന്നെ മോസസ് ഉടമ്പടി എടുത്തതാണ്. ഈ ഉടമ്പടി എടുത്ത ആൾക്കാർ ജോഷുവ ഉടമ്പടി എടുത്തതാണ്, ഈശോ ഉടമ്പടി എടുത്തതാണ്. ഈ ബൈബിളിലുള്ള എല്ലാ ആൾക്കാരും ഉടമ്പടി എടുത്തവരാണ്. പിതാവിനോടാണ് ഉടമ്പടി എടുത്തതേ ഉള്ളൂ. അപ്പോൾ എടുത്തവർക്കെല്ലാം ഈ ഉടമ്പടി എടുത്തവരോടാണ് ദൈവം സംസാരിച്ചിരിക്കുന്നത്. അതാണ് ദൈവവചനം മുഴുവനും. ദൈവവചനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? ദൈവത്തോട് ഉടമ്പടി എടുത്തവരോട് ദൈവം സംസാരിച്ച സംസാരങ്ങളാണ് വചനം. എന്താണ് ബൈബിൾ വചനം? എന്താണ് ഒന്ന് പറഞ്ഞാൽ? ദൈവത്തോട് ഉടമ്പടി എടുത്തവരോട് ദൈവം കൊടുത്തിട്ടുള്ള സംഭാഷണങ്ങളും വാഗ്ദാനങ്ങളുമാണ് വിശുദ്ധ ബൈബിൾ. അപ്പോൾ ഉടമ്പടി എടുത്തവരോട് സംസാരിച്ചതാണ്. അപ്പോൾ എബ്രഹാം ഉടമ്പടി എടുത്തതാണ്, മോസസ് ഉടമ്പടി എടുത്തതാണ്, ജോഷുവ ഉടമ്പടി എടുത്തതാണ്. അങ്ങനെ എല്ലാവരും തന്നെ ദൈവത്തോട് ഉടമ്പടിയിലാണ്. ഇപ്പം ദാവീദ് പോലും ഉടമ്പടിയിലാണ് ദൈവമായിട്ട്. അത് ഉടമ്പടി വഴി ദാവീദിന് കിട്ടിയത് പരിശുദ്ധാത്മാവിനെ കിട്ടിയായിരുന്നു. പുള്ളിക്കാരൻ്റെ ചില ചുറ്റിക്കളിക്കാരനത് കളഞ്ഞെടുത്ത്, പക്ഷേ എന്നിട്ട് പുള്ളിക്ക് പക്ഷേ ആ ഉടമ്പടിയെക്കുറിച്ച് ഹി വാസ് സോ കോൺഷ്യസ് അബൌട്ട് ദാറ്റ്. പുള്ളി പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി, പക്ഷേ എനിക്ക് കാലെ പിടിച്ച് പറയുകയാണ്, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. എന്തോ ഒരു ദാവീദിൻ്റെ പ്രാർത്ഥനയെപ്പോലെ ഒരു പ്രാർത്ഥനയും ദൈവത്തിൻ്റെ ചങ്കലൊച്ചിട്ടില്ല. കാര്യം ആത്മീയ തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോഴും ഇവൻ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ഓർക്കും. കൈയടിക്കട്ടെ, ശ്രുതികട ഹല്ലേലൂയ. നിനക്ക് എപ്പോഴെങ്കിലും നിൻ്റെ പാപത്തെക്കുറിച്ചൊരു ഭാരം തോന്നിയാൽ നീ എപ്പോഴും ഓർക്കേണ്ടത് കർത്താവിൻ്റെ രക്തത്തെക്കുറിച്ചാണ്. എബ്രാഹത്തിനോ മോസസിനോ ഇല്ലാതിരുന്ന, ജോഷുവയ്ക്കും പിതാക്കന്മാർക്കും പ്രവാചകന്മാർക്കും ഇല്ലാതിരുന്ന ഒരു ആനുകൂല്യം നമുക്കുണ്ട്. എന്താണ്? അവൻ്റെ വിശുദ്ധ രക്തം. കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ. ദാവീദ് പോലും പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ കൊലപാതകവും വ്യഭിചാരവും നടന്നിട്ട് മനുഷ്യനാണ്. രാജാക്കന്മാരുടെ കാലത്ത് ഈ പൊളിറ്റീഷ്യൻസിന് ഒത്തിരിയേറെ എപ്പോഴും ഇതുപോലെയുള്ള സംഘർഷങ്ങളും തിന്മയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ടാവും. അങ്ങനെ ഒരു പൊളിറ്റീഷ്യനായിരുന്നു ഈ ദാവീദ്. അങ്ങനെ ദാവീദ് വീണു പോയതാണ്. പക്ഷേ വീണു പോകുമ്പോഴും ഈ അത്യാഹിതത്തിൻ്റെ ആഴങ്ങൾ നിന്നുകൊണ്ടും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച്
ദാവീദിന് ഒരു പ്രാർത്ഥന കിട്ടിയത് വരാൻ പോകുന്ന യേശുവിലൂടെ ദൈവം നൽകുന്ന ക്ഷമയുടെ അടിസ്ഥാനത്തിലാണ് പിതാവായ ദൈവം ദാവീദിനോട് പൊറുക്കണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 നിങ്ങൾ യേശുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശുവിലൂടെ ദൈവം ഭൂലോകത്തിന് മാനവവംശത്തിന് ഒരുക്കിയിരിക്കുന്ന പദ്ധതികളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ ഈ അച്ഛൻ്റെ കൂടെ ഈശോ എന്താ പറഞ്ഞത്? ദാവീദിനോട്, യേശുവിന് എത്രയോ വർഷം മുമ്പാണ് ദാവീദുള്ളത്. അപ്പം ആ ദാവീദിൻ്റെ പാപങ്ങൾ പോലും പിതാവ് ദാവീദിനോട് ക്ഷമിച്ചത് ആ പാപത്തിന് ഭാവിയിൽ പരിഹാരം ചെയ്യാൻ പോകുന്ന യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തെയും ഓർത്തുകൊണ്ടാണ് കരുണ കാണിച്ചിരിക്കുന്നത്. ദാവീദും പ്രാർത്ഥിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിൽ വരാൻ പോകുന്ന ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാൽ എന്നോട് ക്ഷമിക്കണമെന്ന കാര്യം ക്ഷമ അവൻ വഴി മാത്രമാണ്. കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ 7-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 7-ാമത്തെ വാക്യം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, അവിടുത്തെ പുത്രനായ അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇപ്പൊ അക്രൈസ്തവ സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്. അവർക്ക് കുമ്പസാരിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല, അല്ലേ? അവർ കാര്യം സഭയുടെ കൗദാശിക നീറുറവയിലേക്ക് അവർ വന്നിട്ടില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ അവർക്കൊരു സാധ്യത എന്താണ്? നിങ്ങളെപ്പോഴും പറയേണ്ടത് ക്രിസ്തുവിൻ്റെ രക്തത്തെ പ്രതി എന്നോട് ക്ഷമിക്കണമെന്ന് പറയണം. ഇറ്റ്സ് വെരി സിമ്പിൾ. ക്രിസ്തുവിൻ്റെ രക്തത്തെ ഓർത്തുകൊണ്ട്, കാര്യം ലോകത്തിലുള്ള എല്ലാ പാപക്ഷമയും ചെയ്തിരിക്കുന്നത് അതിൻ്റെ പരിഹാരം ചെയ്ത ആളിൻ്റെ നാമത്തിലാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ റീനി കളമശ്ശേരി, അത് ഒരു അക്രൈസ്തവ സഹോദരിയാണ്. അവരൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. അവരുടെ സാക്ഷ്യം പറഞ്ഞതിൻ്റെ അതിൻ്റെ അത് യൂട്യൂബിൽ നമ്മൾ അപ്പ് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ഒരു ദൈവാനുഭവമാണ് അവർ പറയണത്. അതെന്താ പറയണത്? എനിക്ക് ഉടമ്പടി ജീവിച്ചു കഴിഞ്ഞപ്പോൾ, അങ്ങനെയാണ് അവർ പറയണത്, ഉടമ്പടി ജീവിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ മിനിമം നോളജ് എന്ന് പറയണത് എന്താണ്? കൃപാസനം നിത്യതയിലേക്കുള്ളൊരു പാലമാണെന്ന്. എന്തൊക്കെ ഈ ആൾക്കാർ പറയണമെന്ന് കേട്ടോ നോക്കിയേ. അതായത് ഉടമ്പടി ജീവിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയുന്ന വാക്കുകളെല്ലാം ശ്രദ്ധിക്കണം. എന്താണ്? ഉടമ്പടി ജീവിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, കുറഞ്ഞ വാക്കിൽ പറയാം, കൃപാസനം നിത്യതയിലേക്കുള്ള ഒരു പാലമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഈടുറ്റ സാക്ഷ്യങ്ങൾ എന്നൊക്കെ പറയണത്. ഇത് ക്രിസ്ത്യാനികൾ പറയണില്ലല്ലോ ഇത് ഇങ്ങനെ. അതാണ് വിഷയം. അപ്പോൾ അതായത് അവർ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തെന്ന് പറഞ്ഞു ഈശോ പറഞ്ഞില്ലേ? ബുദ്ധിമാന്മാരിൽ നിന്ന് വിവേകികളിൽ നിന്ന് മറച്ചു വെച്ച് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി.
ആദ്യമേ തന്നെ ഞാൻ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ സാക്ഷ്യം പറയാനായിട്ട് ഇത്ര സമയമെടുത്തതിനും ഞാൻ അമ്മയോടും എൻ്റെ ഈശോയുടെ നാഥനോടും ഞാൻ മാപ്പപേക്ഷിച്ച് തുടങ്ങുന്നു. എൻ്റെ പേര് സെബി തോമസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ചേരി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ വൈഫ് നൈസ് പോൾ, പെരിഞ്ചേരി ഇടവക തന്നെ. ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് എൻ്റെ ജോലിക്കും പിന്നെ എൻ്റെ വിവാഹ തടസ്സം മാറി വിവാഹം നടന്നതിന് വേണ്ടിയിട്ടാണ് ഈശോയോടും എൻ്റെ അമ്മ മാതാവിനോടും സാക്ഷ്യം പറയുന്നത്. 2004 വർഷത്തിൽ തന്നെ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് അവിടെ ജോലിയുടെ മാന്ദ്യം കാരണം അവിടുന്ന് എനിക്ക് ജോലി നഷ്ടപ്പെട്ടു. അവർ താൽക്കാലികമായി വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പിന്നീട് വിളിക്കാം, അറിയിപ്പ് നൽകിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, എൻ്റെ ജോലി നഷ്ടപ്പെട്ട് ഞാൻ നാട്ടിലേക്ക് വരികയാണ്, വേറെ ഉപാധികളൊന്നുമില്ല. പപ്പ മരിച്ച് ഒരു 2 ഇയർ ആയപ്പോഴാണ് ഞാൻ ജോലിക്ക് കുവൈറ്റിലേക്ക് പോയത്. അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നീ പേടിക്കണ്ട, നീ വായോ, ഞാനെന്തായാലും കൃപാസനത്തിലേക്ക് പോയിട്ട് അവിടെ ഉടമ്പടി എടുത്ത് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നീ അത് പ്രകാരം അവിടെ പ്രാർത്ഥനകൾ അർപ്പിച്ചാൽ മതി. ആ സമയത്ത് എനിക്ക് ജോലിയുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കുറച്ച് ദിവസം അമ്മ പറഞ്ഞതനുസരിച്ച് ഒരു നല്ല കുട്ടിയെ പോലെ കേട്ട് പ്രാർത്ഥിച്ചു. പിന്നെ പതിയെ അത് ഞാൻ ഉഴപ്പാൻ തുടങ്ങി. അപ്പോൾ അവർ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ അമ്മയോടൊപ്പം കൃപാസനത്തിൽ വരികയും അപ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, എനിക്കും അമ്മയുടെ മുമ്പിൽ വന്ന് ഒരു സാക്ഷ്യം പറയണം. കാരണം 33 വയസ്സ് ആവുന്നേ ഉള്ളൂ, 30 കടന്നു. വിവാഹം അല്ല, എൻ്റെ കൂട്ടുകാരന്മാരും ബാക്കിയുള്ള ബന്ധുമിത്ര വിവാഹം നടക്കുകയും ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ട് അമ്മയും സഹോദരങ്ങളും ഭയങ്കരമായിട്ട് വിഷമിക്കുകയുണ്ടായിരുന്നു. ഞാനും അതുപോലെ തന്നെ. പിന്നെ ജോലി, ഒരു നല്ല ജോലിയില്ല, പപ്പ മരിച്ചതാണ്. അപ്പോൾ വീട്ടിലെ മൊത്തം ബാധ്യത എൻ്റെയിലാണ്. അപ്പം ഞാൻ കുടുംബത്തിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ ഞാൻ ജോലിക്ക് പോയി അവരെ എന്തെങ്കിലും പഠിപ്പിക്കണം. അതെല്ലാം എൻ്റെ ചിന്തയിലുണ്ടായിരുന്നു. ഞാൻ എന്നിട്ടും അമ്മയോടൊപ്പം വന്ന് കൃപാസനത്തിൽ വന്നു, ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയോടൊപ്പം ഞാൻ ഉടമ്പടി എടുത്തില്ല. ഞാൻ വീട്ടിലേക്ക് പോയി. അവിടെ വീട്ടിലെത്തിയിട്ട് അമ്മയോടൊപ്പം 5:30 കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശുദ്ധ തൈലം പൂശുകയും ഉടമ്പടി ഉപ്പിട്ട് വെള്ളം കുടിക്കുകയും അങ്ങനെ പറ്റാവുന്ന ഇൻ്റർവ്യൂകളിലേക്കും അറ്റൻഡ് ചെയ്തു. ഒന്നും ശരിയായില്ല. അപ്പം ഞാൻ ഈശോയുടെ തിരുവോധത്തിന് മുമ്പിൽ, കുടുംബ പ്രാർത്ഥനയിൽ ഈശോയുടെ തിരുവോധത്തിന് മുമ്പിൽ ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, എനിക്ക് ജോലി ലഭിക്കാനായിട്ട് എനിക്കൊന്നും സാധിക്കുന്നില്ല. അപ്പോൾ കൃപാസന മാതാവിൻ്റെ അന്ന് അമ്മോട് ഞാൻ ചോദിച്ചു, അമ്മേ, ഒരു മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് വരുന്നുണ്ട്. അപ്പം അമ്മ പറഞ്ഞു, അത് മാതാവിൻ്റെ അഭിഷേകമായിരിക്കും. നീ കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നോക്ക്, മാതാവ് നിന്നെ കൈവിടില്ല. അടുത്ത പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഉടമ്പടി എടുക്കാനായിട്ട് അമ്മയോടൊപ്പം വന്ന് ഉടമ്പടി എടുത്തു. അന്ന് ഞാൻ നിയോഗം വെച്ചു, എനിക്കൊരു നല്ല ജോലി ലഭിക്കുകയും ജോലി ലഭിക്കാനായിട്ട് പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ വിവാഹം, ജീവിത പങ്കാളി ലഭിക്കാനായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അത് പ്രകാരം ഞാനിവിടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് മാതാവിൻ്റെ പ്രദക്ഷിണയിൽ പങ്കെടുത്ത് തൈലം പൂശി മാതാവിൻ്റെ രൂപത്തിൽ ഞാൻ നിയോഗം വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് മടങ്ങി. അത് ആഗസ്റ്റ് 14 2024 ആഗസ്റ്റ് 14 ആയിരുന്നു. ഞാൻ വീട്ടിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം ഒരു ട്രാവൽ ഏജൻസിയിൽ നിന്ന് വിളിച്ചു, ഇങ്ങനൊരു ഇൻ്റർവ്യൂ ഉണ്ട്, പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഓക്കെ, ഞാൻ പോയി ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത അപ്പുറം അവിടെ ഇൻ്റർവ്യൂ ചോദിക്കുന്ന ആൾ ചോദിച്ചു,
നിൻ്റെ വേറെ നീ എഡ്യൂക്കേഷൻ ഏതാണ്, ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ഡിഗ്രി, എൻ്റെ ഡിപ്ലോമ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ആൾ വിചാരിച്ചു ഇത്രയും ദിവസം നീ ഡിഗ്രിയും ഡിപ്ലോമയും വെച്ചിട്ട് ഈ ടെക്നീഷ്യൻ ജോലിയിലാണോ നോക്കുന്നത്, വേറെ ഹയർ ലെവലിലേക്ക് നീ നിനക്ക് നോക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു ഉവ്വ്, പക്ഷേ ട്രൈ ചെയ്തു, കിട്ടുന്നുണ്ടായിരുന്നില്ല. അന്ന് അപ്പം എൻ്റെ മാതാവിൻ്റെ തിരുരൂപം എൻ്റെ കയ്യിൽ പിടിച്ച് ഞാൻ മുറുകി പിടിച്ചിരിക്കും പ്രാർത്ഥിക്കുകയായിരുന്നു. വിശ്വാസപ്രമാണം ഉള്ളിൽ ചെല്ലുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്തു. ഞാൻ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അമ്മയെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ടായി. ആൾ എന്നെ വിളിച്ച് ചോദിച്ചു. അത് കഴിഞ്ഞ് എന്നെ വീണ്ടും അകത്തേക്ക് വിളിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു നീ പ്രതീക്ഷിക്കാത്തതിൻ്റെ രീതിയിൽ നിനക്ക് ഞാനൊരു ഓപ്പർച്യൂണിറ്റി തരാണ്. ഒരു സൂപ്പർവൈസേഷൻ പൊസിഷനിൽ, മെക്കാനിക്കൽ സൂപ്പർവൈസേഷൻ പൊസിഷനിൽ നിനക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരാണ്. നീ അതിൽ കഴിവ് തെളിയിക്കണം. അതുക്കപ്പുറം അതിനപ്പുറം തന്നെ നിനക്ക് അതിലൊരു ജോലിയിൽ ഇൻക്രിമെൻ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു വിട്ടു. അപ്പം ഞാൻ എൻ്റെ മാതാവിനോടൊന്ന് നോക്കി. മാതാവേ, ഇത്രയും ചെറിയ ജോലി പ്രതീക്ഷിച്ച് ഞാൻ പോയേ, ഞാൻ ഇത്രയും വലിയ ജോലി എനിക്ക് ലഭിച്ചതിന് എൻ്റെ മാതാവിനോട് 1000 നന്ദി പറഞ്ഞു. അതോടൊപ്പം തന്നെ വിവാഹം ആലോചനയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വിവാഹം ആലോചന നടന്ന് ഇവളുടെ വീട്ടിൽ സംസാരിച്ചു, കാര്യങ്ങൾ എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മാധവനോട് പറഞ്ഞു 6 മാസം കഴിഞ്ഞ് ഞാൻ കല്യാണത്തിന് വരുമ്പോൾ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാം എന്ന്. അന്ന് എനിക്ക് സാധിച്ചില്ല. ഇന്ന് ഞാൻ ലീവിന് വന്നപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, മാതാവേ, ഞാൻ ഇന്ന് വന്ന് സാക്ഷ്യം പറയുകയും അതിനപ്പുറം തന്നെ ഞാനിപ്പോൾ വന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ സാക്ഷ്യം പറയുന്നു. എനിക്ക് ഈ ലഭിച്ച 1000 അവസരങ്ങളും 1000 അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിനെ അർപ്പിച്ചുകൊണ്ട് നന്ദി പറയുന്നു. പിന്നെ മാതാവിൻ്റെ തിരുസ്വരൂപവും വെഞ്ചരിച്ച ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഞാൻ ഉപയോഗിക്കാറുണ്ട്. അത് പ്രകാരം എനിക്ക് ജോലിയിലെ എല്ലാ വീഴ്ചകളിൽ നിന്നും ഏതൊക്കെ രീതിയിലേക്ക് ഞാൻ താഴ്ചയിൽ പോയിട്ടുണ്ടോ അതിൽ നിന്ന് എന്നെല്ലാം മാതാവ് ഉയർത്തിക്കൊണ്ട് നിന്നിട്ടുണ്ട്. അതിനെല്ലാം എൻ്റെ മാതാവിന് 1000 നന്ദി പറയുന്നു. ഈ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും സമർപ്പിച്ച് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആത്മീയ ജീവിതത്തിൽ ഞാൻ കുടുംബ പ്രാർത്ഥനയിൽ അധികം സജീവമല്ലായിരുന്നു. കാരണം ജോലി നഷ്ടപ്പെട്ടതിൻ്റെ ഇതിൽ കുറേ മാനസിക ഡിപ്രഷനിൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൂട്ടുകാരൊപ്പം ചിലവഴിക്കാമെന്നായിരുന്നു എൻ്റെ ഒരു മൈൻഡ് അന്നത്തെ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഉടമ്പടി എടുത്തത് പ്രകാരം വിശുദ്ധ കുർബാനയിലും കുടുംബ പ്രാർത്ഥനയിലും കുംഭസാരത്തിനും എനിക്ക് അനുഗ്രഹത്തോടെ ഞാൻ നിറവേറ്റുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഇവിടുന്ന് ഉടമ്പടി കൃപാസനത്തിൽ നിന്ന് ലഭിച്ച കൃപാസന പത്രവും ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് അവരുടെ അമ്മമാരോടൊത്ത് സംസാരിച്ച് അവർക്ക് പത്രങ്ങൾ സമർപ്പിച്ച് അവരോടൊപ്പം പ്രാർത്ഥിച്ച് അവിടെ സമയം ചെലവഴിച്ച് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് എന്നോട് പറ്റാവുന്ന രീതിയിൽ ബാക്കിയുള്ളവർക്ക് സാമ്പത്തികമായും നന്മകളുമായും ഞാൻ അർപ്പിച്ചു പോകുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഞങ്ങൾക്ക് നൽകിയ എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി കൊണ്ട് ഞാൻ അർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരെയും എന്നെ എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് കോടാനുകൂടി നന്ദി പറയുന്നു. ആദ്യമേ തന്നെ ഞാൻ സാക്ഷ്യം പറയാൻ താമസിച്ചതിന് അമ്മയോടും തിരുക്കുമാരനോടും ക്ഷമ ചോദിച്ചു കൊള്ളുന്നു. എൻ്റെ പേര് ജിൻസി ഷിജോ, എൻ്റെ ഭർത്താവ് ഷിജോ. ഞങ്ങൾ 2018 മുതൽ കൃപാസനത്തിൽ വരികയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കുന്നത് 20/4/2023 ഞാൻ ഉടമ്പടി വെച്ച എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 4 സെൻറ്റ് സ്ഥലം അപ്പച്ചൻ ഷിജോയുടെ പേരിൽ എഴുതി കൊടുത്തായിരുന്നു. അപ്പോൾ അതിനൊരു വഴിയില്ലായിരുന്നു. വഴി ഞങ്ങളുടെ റിലേറ്റീവ്സായ ഒരു ബന്ധുവിനോട് വഴി വാങ്ങിച്ചായിരുന്നു. വഴി വാങ്ങിച്ചെങ്കിലും ഞങ്ങളതിൽ ആധാരത്തിൽ ഞങ്ങൾ വഴിയെന്ന് എഴുതിയിട്ടില്ലായിരുന്നു.
പക്ഷേ പല പ്രാവശ്യം ഞങ്ങൾ വഴിക്ക് വേണ്ടി പറഞ്ഞെങ്കിൽ അവർ വഴി തരാൻ സമ്മതമല്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ നിയോഗമായിട്ട് എൻ്റെ സമർപ്പിച്ചത്. അങ്ങനെ ഇരിക്കെ 2023 ഫെബ്രുവരി 8 ഞങ്ങളൊരു കൂട്ടുകുടുംബമായിട്ടാണ് താമസിക്കുന്നത്. വീട്ടിലെ ഒരു പ്രശ്നം മൂലം ഞങ്ങൾ വാടകയ്ക്ക് പോകാൻ തീരുമാനിച്ചു. വാടകയ്ക്ക് പോകാൻ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ നിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തിട്ട് നീ എന്നെ ഒരു വാടക വീട്ടിലോട്ടാണല്ലോ അയക്കുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. ആദ്യമേ ഞങ്ങളൊരു വാടക വീട് കണ്ടു. അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയിട്ട് 7 മണി കഴിയും വീട്ടിൽ വരുമ്പോൾ. ഞങ്ങൾക്കൊരു പെങ്കൊച്ചാണുള്ളത്. അപ്പോൾ കൊച്ചിനെ അത്രയും ദൂരമുള്ളൊരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുത്താൻ എനിക്കൊരു ഭയമായിരുന്നു. രണ്ടാമത്തെ വീട് കാണുവാൻ ഞങ്ങൾ പോയി. അവിടെ ചെന്ന് കുഴപ്പമില്ലെന്ന് കണ്ടു. ഞങ്ങളുടെ കൂടെ അമ്മച്ചിയും കൂടെ വന്നിരുന്നു. അമ്മച്ചി അവരോട് സംസാരിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാനും ഷിജോടെ നിൽക്കുക. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, മാതാവേ, എന്നാലും നീ എന്നെ ഒരു വാടക വീട്ടിലോട്ടാണല്ലോ അയക്കുന്നതെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുകയാണ്, നീ എന്തിനാണ് വാടകയ്ക്ക് പോകുന്നത്? അപ്പം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ഒരു സ്ഥലം വിൽപ്പനയ്ക്കുണ്ട്. ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമല്ല. അപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന ആരോ പറയുകയാണ്, നീ വാടകയ്ക്കൊന്നും പോകേണ്ട ആളല്ല, നിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന സ്ഥലം നീ വാങ്ങിക്കുന്ന എൻ്റെ മനസ്സിലിരുന്ന് പറയുക. അമ്മച്ചി അവരോട് ചെന്ന് വാടക ചീട്ട് എഴുതാമെന്നുള്ള ധാരണ വന്നപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, ഷിജോട് ആദ്യം ഞാൻ പറഞ്ഞു, നമ്മൾ വാടകയ്ക്ക് പോകുന്നില്ല, എൻ്റെ മനസ്സിലിരുന്ന് മാതാവ് പറയുന്നുണ്ട് നമുക്ക് ആ സ്ഥലം മേടിക്കാമെന്ന്. പക്ഷേ ഞങ്ങൾക്കറിയില്ലായിരുന്നു, ഞങ്ങളത് എങ്ങനെ വാങ്ങിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അമ്മച്ചോട് ഞാൻ പറഞ്ഞു, അമ്മേ, നമുക്കിപ്പോൾ വാടകയ്ക്ക് പോകുന്നില്ല, ഞങ്ങളിപ്പോൾ വാടകയ്ക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞു. അമ്മച്ചോട് ഈ കാര്യം പറഞ്ഞുമില്ല. തിരിച്ച് പിറ്റേത് അപ്പോൾ എന്നും ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞങ്ങൾക്ക് ഈ സ്ഥലം വാങ്ങിക്കണം എന്ന് ആഗ്രഹം തുടങ്ങിയ ഫെബ്രുവരി 9 പറഞ്ഞു. 10 മുതൽ ഞങ്ങൾ എന്നും ആ സ്ഥലത്ത് ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കുമ്പോൾ ഹസ്ബൻഡ് എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇവിടെ വരുമ്പോഴെല്ലാം ഞാൻ പറയും, മാതാവേ, നീയായിട്ട് എനിക്കൊരാഗ്രഹം തന്നതാണ്, എനിക്കത് തരാനാണെങ്കിൽ ഞാനിവിടെ വരുമ്പോൾ സാക്ഷ്യത്തിലൂടെ സ്ഥലത്തെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങളായിരിക്കണം എനിക്ക് കേൾക്കേണ്ടിയിരുന്നല്ലേ, എന്നാലാണ് എനിക്ക്. അപ്പം ഞാൻ വരുന്ന ദിവസങ്ങളിലെല്ലാം സ്ഥലം വാങ്ങിച്ച് വഴി കിട്ടുന്നു, സ്ഥലം വാങ്ങിക്കുന്നുള്ള സാക്ഷ്യങ്ങളാണ് ഇവിടെ കേട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് പൈസ എങ്ങനെ ചെയ്യും എന്നൊന്നും നമുക്കറിയില്ല. അപ്പം ഞങ്ങളുടെ അനിയൻ ഡൽഹിയിൽ നേഴ്സായിട്ട് ജോലി, അവനോട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അണ്ണാ, ഞാനൊരു ലോൺ വെച്ച് നോക്കാം, നമുക്ക് കിട്ടുമോ ഇല്ലയെന്നറിയില്ല. അപ്പോൾ ഞാൻ മെയ് മാസം വണക്കത്തിൽ എഴുതിയിട്ടു. മെയ് 3 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. ആ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു, മാതാവേ, നീയാണ് ഞങ്ങൾ ഒരുമിപ്പിച്ചെങ്കിൽ ഞങ്ങൾക്ക് ഈ മെയ് മാസം തന്നെ ലോണ് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. മെയ് മാസം അവസാനമായിട്ട് ലോണിനെ കുറിച്ചൊന്നും ആകുന്നില്ല. ഞങ്ങളെന്നും പ്രാർത്ഥിക്കുക, ഞാൻ രാവും പകലില്ലാതെ പ്രാർത്ഥിക്കുക, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക, തിരി കത്തിച്ചു സമയം കിട്ടുമ്പോഴല്ല. 27 തീയതി 28, 20, 30 ആയിട്ട് ലോണിനെ കുറിച്ചൊന്നും പറയില്ല. അവൻ പറയുന്നത്, അണ്ണ അവർ തരാമെന്നാണ് പറയുന്നത് കിട്ടുക. 31 തീയതി രാത്രി 8 മണിയായപ്പോൾ അനിയൻ ഡൽഹിയിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, അണ്ണ 5 ലക്ഷം രൂപ ലോൺ പാസ്സായിട്ടുണ്ടെന്ന് പറയുകയാണ്. ആ ജൂൺ മാസം തന്നെ 4 മാസത്തെ എഗ്രിമെൻറ്റിലാണ് ഞങ്ങൾ ആധാരം എഴുതാൻ തീരുമാനിച്ചത്. 1 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആധാരം എഴുതി ആ സ്ഥലം സ്വന്തമാക്കാൻ സാധിച്ചു. വഴിയില്ലായിരുന്ന ഒരു വഴിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചപ്പോൾ ഞങ്ങൾക്ക് മാതാവ് തന്ന സ്ഥലം പഞ്ചായത്ത് റോഡ് കണക്റ്റഡ്, വസ്തുവിൻ്റെ 2 സൈഡും പഞ്ചായത്ത് റോഡ് കണക്റ്റഡായ ഒരു വസ്തു 7 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് വാങ്ങിക്കുവാൻ മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറഞ്ഞ മെയ് മാസം വണക്കത്തിൽ ഞാൻ എഴുതിയിട്ടിരുന്നു. അവിടെ ഇരുന്ന പ്രേക്ഷിതർ മുന്നോട് ചോദിച്ചു, എന്തെല്ലാം 3 ആഗ്രഹങ്ങൾ എഴുതിയിടാൻ പറഞ്ഞു. 2 ആഗ്രഹം, ഇപ്പോൾ 3ാമത് തന്നെ എഴുതണമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ എഴുതിയേക്കാം, ഹസ്ബൻഡ് വണ്ടി ഓടിക്കത്തില്ല, അന്നേരം ഞാൻ എഴുതി, മാതാവേ, എനിക്കൊരു വാഹനം വാങ്ങിക്കണമെന്ന് എഴുതിയിട്ടു. ജൂൺ 9 നമുക്കതൊരു വാഹനം വാങ്ങിക്കാൻ സാധിച്ചു. അതിനേക്കാളും പ്രധാനമായിട്ട് എനിക്ക് ഉടമ്പടിയിൽ എനിക്ക് സാധിച്ചത് ഞങ്ങളുടെ അപ്പച്ചൻ്റെ പെങ്ങളുമായിട്ട് നിസ്സാരൊരു സംഭവത്തിന് വേണമെങ്കിൽ 5 വർഷക്കാലത്തോളം എനിക്ക് ആൻറ്റിയായിട്ട് സംസാരിക്കാൻ സാധിക്കില്ലായിരുന്നു. എന്നിലൊരു ഈഗോ അതിന് സമ്മതിച്ചില്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ സ്ഥലം മേടിച്ചങ്ങനെ വീട് പണിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ ആ പറമ്പിൽ പോയെന്ന് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുകയാണ്, നീ ആൻറ്റിയുമായി രമ്യതപ്പെടുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഷിജോട് പറഞ്ഞു, നമുക്ക് ആൻറ്റിയുടെ വീട്ടിലൊന്ന് പോകണം, നമുക്ക് ആൻറ്റിയുടെ വീട്ടിൽ പോയി ക്ഷമ പറഞ്ഞു എനിക്ക് ആൻറ്റിയായിട്ട് രമ്യതപ്പെടണം മാതാവിന്. അപ്പോൾ ഷിജോ പറഞ്ഞു, ഇല്ലടി, ആൻറ്റി വരുമ്പോൾ നമുക്ക് വിടാം. അപ്പം എനിക്ക് അവരോട് ഞാൻ കാരണമാണ് അവർ നമ്മുടെ വീട്ടിൽ വരാറുന്നത്. അപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ പോയി തന്നെ പറയണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഡിസംബർ മാസത്തിൽ ആൻറ്റിയുടെ വീട്ടിൽ പോയി അവരുമായിട്ട് രമ്യതപ്പെടുകയും ആൻറ്റി പിന്നീട് എന്നെ വിളിക്കുകയോ ഞങ്ങൾ സ്ഥിരം കോണ്ടാക്റ്റും ഉണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ച ആൻറ്റി ജവമാല റാലിക്ക് എൻ്റെ കൂടെ കൃപാസനത്തിൽ ആൻറ്റി വരികയും കഴിഞ്ഞ ആഴ്ച വന്ന് ആൻറ്റി എൻ്റെ കൂടെ വന്ന്
ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഇത്രയാണ് എനിക്ക് ഉടമ്പടിയിലുള്ള ലഭിച്ച അനുഗ്രഹങ്ങൾ. കാരുണ്യപ്രവൃത്തിയുമായിട്ട് ഞാൻ ചെയ്യുന്നത് ആശുപത്രികൾ ഞാൻ പൊതിച്ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പൈസയായിട്ട് എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളതുപോലെ ഞാൻ സഹായിക്കും. എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റിയില്ലപ്പോഴും മറ്റുള്ളവരിൽ നിന്നാണേലും അവരുടെ ബുദ്ധിമുട്ട് കണ്ട് വാങ്ങിച്ചു കൊടുക്കാനൊരു മനസ്സെനിക്ക് ഈശോ തന്നു. പ്രവർത്തനമായിട്ട് കൃപാസനം പത്രം എല്ലാ സ്ഥലത്തും കൊടുക്കും. ആശുപത്രികളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും വഴിയിലെല്ലാം കൊണ്ടു നടന്ന് കൊടുക്കാറുണ്ട് പത്രം വാങ്ങിച്ച്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്തിന് നന്ദി. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു.